ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സഞ്ജു സാംസന് വേണ്ടിയിട്ടാണ്. സഞ്ജു സാംസന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ടീമിൽ നിന്ന് പുറത്തായ ഒരു അവസ്ഥയൊക്കെ കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം സഞ്ജു സാംസൺ എന്ന പ്ലെയറിനെ കുറിച്ച് ഞാൻ ഒത്തിരി തവണ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. 2015 തൊട്ട് അദ്ദേഹം ടീമിൽ കയറുകയും പിന്നീട് വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുകയും വല്ലപ്പോഴും ആർക്കെങ്കിലും പരിക്ക് കിട്ടുന്ന ചാൻസിൽ ഗ്യാപ്പ് കളിക്കാൻ കയറുകയും ചെയ്തിരുന്ന ഒരു താരമാണ്. പിന്നീട് IPL സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ മികച്ച പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു. ടീമിൽ കയറും എന്ന് വിചാരിക്കും, കയറത്തില്ല. അങ്ങനെ എത്രയോ തവണ അദ്ദേഹം കയറും എന്ന് വിചാരിച്ച് നമുക്ക് തന്നെ നിരാശ തോന്നുന്നു. അതായത് ഇത്രയധികം ആളുകൾക്ക് നിരാശ തോന്നും, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിരാശ തോന്നുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു മനക്കെട്ടി മാനസികാവസ്ഥ എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് T20 മത്സരം, അയർലൻഡുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം 2 കളി പരാജിതനായിരുന്നു. പിന്നീട് ഇംഗ്ലണ്ടിനെതിരെ ആദ്യത്തെ T20യിലും പരാജയപ്പെട്ടു. ആ ഒരു പരാജയത്തിന്റെ പേരിൽ ടീമിൽ നിന്ന് പുറത്തു പോവുകയും ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ രംഗപ്രവേശം നടക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയറിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹം മികവുറ്റ ഒരു പ്ലെയറാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകോത്തര ബൗളർമാരെ എല്ലാം അടിച്ച് നിരപ്പാക്കുന്ന ഒരു ബാറ്റ്സ്മാനും കൂടെയാണ് വൈഭവ് സൂര്യവംശി. വണ്ടർ കിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ വൈഭവ് സൂര്യവംശി എന്നൊരു ലെഫ്റ്റ് ഹാൻഡർ ടീമിലേക്ക് വരുമ്പം എന്തുകൊണ്ട് എപ്പോഴും റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഓപ്പണിംഗ് പരീക്ഷിക്കുന്ന ഇന്ത്യക്ക് ഈ ഇന്നത്തെ മത്സരത്തിൽ ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് ഇംഗ്ലണ്ടുമായിട്ടുള്ള 2ാമത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ പുറത്തു പോയപ്പോൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് 2 പേര് ബാറ്റിങ്ങിന് കയറുന്ന ഒരു സാഹചര്യം കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ലെഫ്റ്റ് ഹാൻഡർ വരുമ്പം ഒരു ലെഫ്റ്റ് ഹാൻഡറെ മാറ്റുക എന്നുള്ളതാണ്. ഇന്ത്യ എപ്പോഴും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ. ശരിയാണ്, ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അവരുടെ വിഷമഘട്ടങ്ങളുണ്ടാവും. സഞ്ജു സാംസൺ എന്നൊരു പ്ലെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയും പിന്നീട് വലിയൊരു കമ്പാക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഈ പറയുന്ന T20 വേൾഡ് കപ്പ്. നമ്മൾ T20 വേൾഡ് കപ്പ് നേടാനായിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ആ ഒരു 2 കളി മാൻ ഓഫ് ദ മാച്ച്, അവസാനത്തെ കളി വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ ചേർത്ത് മാൻ ഓഫ് ദ ടൂർണമെന്റ് എന്ന പുരസ്കാരവും നേടിക്കൊണ്ട് സഞ്ജു സാംസൺ എന്നൊരു പ്ലെയർ നമുക്ക് എന്നാ പറയുന്നത്, സഞ്ജു നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സഞ്ജു ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ്. വാതോരാതെ എല്ലാവരും പുകഴ്ത്തി. ഇപ്പം അദ്ദേഹം ഒരു 3 കളി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം ഈ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ തന്നെ ക്രിക്കറ്റ് പോലും കാണുകയല്ലാതെ ക്രിക്കറ്റ് എന്നാന്ന് മനസ്സിലാക്കാത്ത, എവിടെയോ കേൾക്കുന്ന എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവിടെ ഇവിടെയും കാണുന്ന കീറലുകളും അല്ലെങ്കിൽ ഓരോ കുറിപ്പുകളും കണ്ടിട്ട് സഞ്ജു സാംസനെ ഇട്ട് എന്താ പറയുക, വലിച്ചു കീറുന്ന സ്വഭാവം, അത് മലയാളികൾ തന്നെ. ഇത്ര വൃത്തികെട്ട സ്വഭാവം മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ചിലപ്പം ഇന്ത്യ ഒട്ടാകെ എങ്ങനെയാണെന്ന് അറിയില്ല, കേരളത്തിലെ സ്വഭാവം തന്നെ പൊതുവായിട്ട് മലയാളികൾ വലിച്ചു കീറി ഒട്ടിക്കാനാണ്. കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ടീമിൽ വന്നേക്കുന്നത്. അതിൽ എല്ലാ പ്ലേയേഴ്സിനും എപ്പോഴും ഫോം ആയിരിക്കണം എന്നില്ല, ഫോം ഔട്ട് ആവുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. ഈ സഞ്ജു സാംസൺ മാത്രം എന്തുകൊണ്ട് സഞ്ജു ഒന്ന് ഫോം ഔട്ട് ആകാൻ വേണ്ടി കാത്തിരിക്കുന്നു, സഞ്ജുവിനെ എടുത്ത് പുറത്തേക്ക് ഇടാൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സഞ്ജുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ന് തന്നെ അദ്ദേഹം ടീമിൽ കളിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. ഗൗതം ഗംഭീറുമായിട്ട് ഗ്രൗണ്ടിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തോ ഒരു ചെറിയ അതൃപ്തി പോലെ, ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, ചുമ്മാ കാണിക്കാം. എന്തോ ഒരു അതൃപ്തി പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കളിക്കുന്ന ഒരു പ്ലെയറിനെ ടീമിൽ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഇതാണ്. നമ്മൾ ഈ അവഗണനകൾ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെ അവഗണനകൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പലതവണ ചെറിയ സ്കൂൾ കാലഘട്ടം മുതൽ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ നല്ല വലിയ സൂപ്പർ പ്ലെയർ ഒന്നുമല്ല, പക്ഷെ എങ്കിലും പല സമയങ്ങളിലും വെള്ളം കൊടുക്കാനും കൂട്ടുകാരെ കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ നമുക്ക് സൈക്കിൾ ഉള്ളതുകൊണ്ട് സൈക്കിളെ ഓട്ടി പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് പല ഒഴിവാക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് പിന്നീട് ഒരു കമ്പാക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പല സമയങ്ങളിലും എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സമയത്ത് എനിക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് കുറേ നമുക്ക് മിസ് ഔട്ട് ആയിപ്പോയ കുറേ മാച്ചസ് കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമമുണ്ട്. പക്ഷെ ഇത് എൻ്റെ കാര്യം ഒരു ചെറിയൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. പക്ഷേ ഈ സഞ്ജു സാംസന്റെ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഇന്ത്യൻ ടീമിൽ ഫോം ഔട്ട് ആകുന്ന വേറെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലോകകപ്പിൽ വമ്പം പരാജയമായിരുന്ന അഭിഷേക് ശർമ്മ ഫോം ഔട്ടിന്റെ 8 കളിയായിരുന്നു.
എന്നിട്ട് വീണ്ടും വീണ്ടും ബാക്ക് ചെയ്തുകൊണ്ടിരുന്നു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി, ഇപ്പം അദ്ദേഹം പുറത്താണ്, ക്യാപ്റ്റൻസി പോയി, പരിക്ക് കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. എന്തോരം ബാക്ക് ചെയ്തു സൂര്യകുമാർ യാദവ് ഫോം ഔട്ടായിട്ട്. അതുപോലെ തന്നെ എത്രയെത്ര പ്ലേയേഴ്സ്, അവർക്കാർക്കും ഇല്ലാത്ത ഒരു കുറ്റമാണ് സഞ്ജുവിനെ കാണുന്നത്. അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ സഞ്ജുവിനോട് ഇത്രയധികം ഇഷ്ടം തോന്നാനുള്ള കാരണം സഞ്ജു ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ്. ഒന്ന് കാരണം എനിക്ക് തോന്നുന്നത് സുനിൽ വത്സനും ടിനു യോഹന്നാൻ, ശ്രീശാന്ത് എന്നിവർക്ക് ശേഷം വന്ന ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിൽ നിന്ന്. അതിൽ എനിക്ക് തോന്നുന്നു സുനിൽ വത്സന് അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നെ പറയാനാണെങ്കിൽ ടിനു യോഹന്നാൻ ടെസ്റ്റ് കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി, ഏകദിനവും കളിച്ചിട്ടുണ്ട്. ശ്രീശാന്ത് ആയിരുന്നു പിന്നെ നമ്മുടെ ഒരു അത്യാവശ്യം നന്നായിട്ട് ടീമിൽ നിന്നിരുന്ന ഒരു തീപ്പൊരി ബോളർ. അതിന് എന്താ പറയുക, നമ്മുടെ അതിന് ശേഷമാണ് സഞ്ജു വന്നത്. ഇനി ഒരാളുടെ കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോകുന്നുണ്ട്. അനിൽ കുംബ്ലെ ടീമിൽ നിന്നതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടാത്ത കെ അനന്തപത്മനാഭൻ എന്നൊരു പ്ലെയർ ഉണ്ട്. ആ പ്ലെയറാണ് ഇപ്പോൾ ഇന്ത്യയുടെ കളികൾ നിയന്ത്രിക്കുന്ന അമ്പയർ, നമ്മുടെ സ്വന്തം മലയാളി അനന്തപത്മനാഭൻ എന്ന് പറയുന്ന പ്ലെയർ. അദ്ദേഹവും ഇതുപോലെ തന്നെ കേരളത്തിന് വേണ്ടി 300 ചില്ലുവാനം വിക്കറ്റുകൾ, സ്പിന്നറായിരുന്നു, വിക്കറ്റുകൾ നേടിയിട്ടുള്ള 300 കറക്റ്റ് എനിക്കറിയാം 300-ന് മുകളിൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം. അനിൽ കുംബ്ലെയുമായിട്ട് ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സച്ചിന്റെ വിക്കറ്റ് എടുക്കുന്ന ഒരു ടീമിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അനിൽ കുംബ്ലെ കയറി പോവുകയും അവസരം നഷ്ടമായി പോയൊരു താരമാണ് കെ അനന്തപത്മനാഭൻ എന്ന പ്ലെയർ, ഇപ്പോഴത്തെ നമ്മുടെ അമ്പയർ. അപ്പം അങ്ങനെ മലയാളികൾ അധികം പേര് ടീമിലേക്ക് എത്തിയിട്ടില്ല. അപ്പം നമുക്കാണെങ്കിൽ ഉള്ളവരെ പൊന്നുപോലെ കൊണ്ടുപോകാനുള്ളതിന് പകരം ഒരുത്തം കയറി കഴിഞ്ഞാൽ അവനെ വലിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഒന്ന് സഞ്ജു സാംസൺ കളിക്കുന്നു, സമ്മാനം നേടുന്നു, അല്ലെങ്കിൽ ട്രോഫികൾ വാങ്ങുന്നു, കോടികൾ വാങ്ങുന്നു. ശരി, അതൊക്കെ പുള്ളിയുടെ ടാലന്റ് കൊണ്ടും പുള്ളിയുടെ കഴിവുകൊണ്ടും പുള്ളി നേടുന്നതാണ്. അപ്പം ചിലപ്പോൾ ചോദിക്കാം, നിനക്ക് ചിലർ ഈ പറയുന്ന പോലെ നിനക്ക് സഞ്ജു സാംസൺ കമ്മീഷൻ തരുന്നുണ്ടോ, അങ്ങനെയുള്ള ഈ വീഡിയോ ഇടുന്നതിന് അങ്ങനെ കുറെ ചോദിക്കുന്ന ആളുകളുണ്ട്, ചോദ്യം നേരിട്ടിട്ടുമുണ്ട്. എന്താ പറയുന്നത്, 10 പൈസ കിട്ടുന്നില്ല, പക്ഷെ നമുക്കൊരു പ്ലെയറിനോടുള്ള ഒരു താല്പര്യം, അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് മറ്റൊരു വീഡിയോ ആണ്. ഫുട്ബോളിൽ എന്തുകൊണ്ട് ഇന്ത്യ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല, വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പല സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനത്തെ നമ്മുടെ ചില വിഷമങ്ങൾ നമ്മൾ സംസാരിക്കണം. ഇപ്പം സഞ്ജുവിൻ്റെ കാര്യം പറയുമ്പം സഞ്ജുവിനെ ഇങ്ങനെ തഴയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് സത്യമായിട്ടും. എന്നാ പറയുന്നത്, ഒരു മലയാളി എന്ന നിലയിൽ ഇന്ത്യൻ ടീമിൽ കയറി പറ്റുകയും അവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇതുപോലെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, ടാലന്റഡ് പ്ലെയേഴ്സ് ഇനിയും പുറത്ത് നിൽപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കേണ്ടത്. എന്താ പറയുന്നത്, ഒരു കളി അല്ലെങ്കിൽ കുറച്ച് കളികൾ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ അന്നേ മലയാളികൾ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ അനോണിമസ് അക്കൗണ്ടുകളുമായിട്ട് കുറേ പേര്, അത് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവർ, സ്വന്തമായിട്ട് എന്താ പറയുന്നത്, ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത കുറേ ആളുകൾ കാണും. പക്ഷേ നേരിട്ട് പറയാൻ മടിയായതുകൊണ്ട് വേറെ ഫേക്ക് അക്കൗണ്ട് വഴി ഒക്കെ ഒരുപാട് കമൻസ് ഇട്ട് ഭയങ്കരമായിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ്. അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുകയാണ് എന്തിനോ വേണ്ടി. അത് മലയാളിക്കുള്ള ഒരു പ്രത്യേകതയാണ്, മലയാളിക്ക് ഒരുത്തൻ കയറി പോകുന്ന കാണാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം, എന്തുകൊണ്ട് സഞ്ജു സാംസനെ ഒരുപാട് പേര് ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്തത്, കാരണം ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ ചവിട്ടി ഓടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു സപ്പോർട്ട്, നമുക്കൊരു പ്രാർത്ഥന, അയ്യോ ദൈവമേ അവനൊന്നും നന്നായിട്ടൊന്ന് കളിക്കണേ എന്ന്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഞാൻ 1-2 വട്ടം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത്. അത് ഇവിടെ ഞാൻ പറയുകയാണ്, കാരണം എന്നെ ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിനാണ് എന്നെ ക്രിക്കറ്റ് കാണാനായിട്ട് പഠിപ്പിച്ചത്, ക്രിക്കറ്റ് കളിക്കാൻ പഠിപ്പിച്ചത്. അതായത് ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം എൻ്റെ മനസ്സിൽ കയറ്റിയത് സച്ചിനാണ്. എന്നെപ്പോലെ തന്നെ കോടിക്കണക്കിന് ആളുകളുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം സച്ചിൻ വിരമിച്ചതോടുകൂടി ക്രിക്കറ്റ് കളി കാണൽ നിർത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ സച്ചിന് ശേഷം ഉള്ള നമ്മുടെ ഓരോരോ പ്ലേയേഴ്സ് പോകുമ്പോഴും ഉണ്ടാകുന്ന ഓരോ വിഷമങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ശ്രീശാന്ത്. അന്ന് ഈ പറയുന്ന പോലെ ശ്രീശാന്തിൻ്റെ ബോളിങ് കാണാൻ വേണ്ടി നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഫയറും കാര്യങ്ങളും എല്ലാം അത്രയും അഗ്രസീവായിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും സംഭവിച്ചു. അദ്ദേഹം ടീമിൽ നിന്ന്
വമ്പൻ സംഭവങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി ബലിയാടായ ഒരു മനുഷ്യൻ എന്ന് പറയാം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ കടുത്ത ആരാധകനാണ്. ഇപ്പോഴും പഴയ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഒക്കെ വീഡിയോസ് കണ്ടാൽ ഞാനത് ഫുള്ളിരുന്ന് കാണും. അത്രയും ഒരു തീപ്പൊരി ഐറ്റമായിരുന്നു. ഒരു തീപ്പൊരി ഐറ്റത്തിനെ എന്താ പറയുന്നത്, വെള്ളം ഒഴിച്ച് കെടുത്തി നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെ വേണ്ടി പറയുകയാണെങ്കിൽ വീണ്ടും ബലിയാടായെന്ന്. പിന്നീട് വന്ന സഞ്ജു സാംസൺ ഒരു രീതിയിലും ഒരു അഗ്രഷൻ എന്ന് പറയുന്ന സാധനം ഗ്രൗണ്ടിൽ നിന്ന് കാണിക്കും. വളരെ കാം ആൻഡ് ക്വയറ്റ്, കൂൾ മൈൻഡഡ് ആയിട്ട് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മനുഷ്യൻ. ക്യാപ്റ്റൻസി അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ടീമിനെ നിയന്ത്രിക്കാനും ഒരു ക്യാപ്റ്റൻസി മുതലാണ് സഞ്ജു. നമ്മൾ പറയുന്ന ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് പറയും. ആ ഒരു സഞ്ജുവിനെയാണ് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയും തിലക് വർമ്മ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആവുകയും കൂടെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം, ശ്രേയസ് അയ്യർ എന്ന പ്ലെയർ എവിടെ കിടന്നിരുന്നു? ഈ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന പ്ലെയർക്കും ഇഷാൻ കിഷൻ എന്ന് പറയുന്ന പ്ലെയർക്കും ഇടയ്ക്ക് BCCIയുടെ ഭാഗത്ത് താക്കീതും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. കാരണം ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന പ്ലെയർ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കളിക്കാതിരിക്കാൻ വേണ്ടി പുറം വേദനയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കളിക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും BCCI താക്കീത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഇഷാൻ കിഷൻ എന്ന് പറയുന്ന പ്ലെയർ BCCIയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കളിക്കാതെ വിട്ടു നിൽക്കുകയും എന്നാൽ IPL കളിക്കാൻ വേണ്ടി പണക്കിലുക്ക മുകളിലെടുത്ത് കളിക്കാൻ വരികയും ചെയ്തപ്പോൾ BCCIയുടെ നോട്ടപ്പുള്ളി ആയതാണ്. പിന്നീട് അദ്ദേഹം പണി കിട്ടുമെന്ന് മനസ്സിലായതോടെയാണ് ഫസ്റ്റ് ക്ലാസ് കളിക്കുകയും അതിനുശേഷം എനിക്കൊന്ന് ജാർഖണ്ഡിന്റെ പ്ലെയർ മറ്റാണ് രഞ്ജി ട്രോഫി അടിക്കുകയും പിന്നീട് ഇന്ത്യൻ ടീമിൽ എത്തുകയും ഇപ്പം നല്ല ഫോമിൽ കളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ശ്രേയസ് അയ്യർക്ക് കൊടുത്ത ക്യാപ്റ്റൻസി, അവിടെയും ഒരു കാര്യമുണ്ട്. സഞ്ജു സാംസനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി വെച്ചിരുന്നതല്ലേ? നമ്മൾ വിചാരിച്ചില്ലേ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു പ്ലെയർ നമ്മുടെ സഞ്ജു ക്യാപ്റ്റൻ ആകാൻ പോവാന്ന് എത്രയോ പേര് ആഗ്രഹിച്ചിരുന്നതാണ്. അവിടെയല്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ ടീമിൽ പോലും ഇല്ലാതിരുന്ന, അതായത് IPL മാത്രം കളിച്ചുകൊണ്ടിരുന്ന, അതായത് ഇന്ത്യയുടെ ABC കാറ്റഗറി പോലും എനിക്ക് തോന്നുന്നു ശ്രേയസ് അയ്യർ ABC കാറ്റഗറിയിൽ നിന്നൊക്കെ പുറത്തു പോയായിരുന്നു. കുറേ നാളുകൾ ഇന്ത്യൻ ടീമിൽ കളിക്കാതിരുന്നപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ടീമിലേക്ക് വരികയും അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കുകയും കൂടെ ചെയ്ത ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എവിടെയൊക്കെയാണ് ഒരു മനുഷ്യനെ ചവിട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചവിട്ടി തേച്ചൊട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ മലയാളികൾ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ പ്രത്യേകിച്ച് ശരിയാ, കളി മോശമാണെങ്കിൽ നമുക്ക് പറയാം, എന്നെ കോപ്പിലെ കളിയടാ നീ കളിച്ചതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അടുത്ത കളി നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. ഈ സഞ്ജു സാംസനെ ഇങ്ങനെ ചവിട്ടി തേച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം വമ്പൻ കംബാക്ക് നടത്തിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയും കംബാക്കുകൾ വരും ഉറപ്പായിട്ടും ടീമിൽ വരുന്ന സമയത്ത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഇനിയും ടീമിൽ ഫോം ഔട്ടായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാകും. അവരെല്ലാം അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യും, സഞ്ജു അവിടെ വെളിയിൽ നിൽക്കുകയും ചെയ്യും. പിന്നെയും സഞ്ജുവിന് വേണ്ടി അവസാനം മുറവിളി കൂട്ടുന്ന ചില എന്താ പറയുക ക്രിക്കറ്റ് താരങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന പ്ലെയർ സഞ്ജുവിനെ ഏത് സമയവും ഇട്ട് കുറ്റപ്പെടുത്തുകയും നമുക്ക് മലയാളികൾ അദ്ദേഹത്തെ ഇട്ട് ട്രോളുകയും ചെയ്തില്ല. പിന്നീട് സഞ്ജു തന്നെ അദ്ദേഹത്തിന്റെ കളി മികവ് കൊണ്ട് സുനിൽ ഗവാസ്കറെ കൊണ്ട് നല്ലത് പറയിച്ചു. ഇപ്പോഴും സുനിൽ ഗവാസ്കർ നല്ലത് തന്നെയാണ് പറയുന്നത് സഞ്ജുവിനെ കൊണ്ട്. ഒരു മോശം പറയുന്ന വ്യക്തികളെ കൊണ്ട് നല്ലത് പറയിക്കാനും അറിയാവുന്ന ഒരാളാണ് സഞ്ജു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഞാൻ സഞ്ജുവിന് വേണ്ടി ഞാൻ നിൽക്കും. സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടും സഞ്ജുവിന് വേണ്ടിയിട്ടുമുള്ളതാണ്. വലിച്ചു കീറാൻ നിൽക്കുന്ന ഒരു എന്താ പറയുന്നത്, കയറിക്കോ. നമുക്കറിയാം ഈ പഴയ, ഞാൻ കൂടുതൽ വർത്താനം പറയുന്നില്ല. നമുക്ക് ഈ കടുത്ത പ്രയോഗങ്ങളൊന്നും നടത്തുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഈ അമർഷം കയറുന്ന സാഹചര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ. അത് സ്പോർട്സിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. നമുക്ക് അങ്ങനെയുള്ള ചില അമർഷങ്ങളെല്ലാം മനസ്സിൽ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് സഞ്ജുവിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഇനിയും വരുന്ന കളികളിൽ അദ്ദേഹം അങ്ങനെയൊന്നും പിൻവാങ്ങുന്ന ആളൊന്നും അല്ല. വീണ്ടെടുത്തുനിന്ന് കയറി വരുന്ന ഒരു മനുഷ്യനാണ്. സച്ചിൻ ടെണ്ടുൽക്കർ പോലും അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ എന്ന് ഓർക്കണം. എല്ലാ പ്ലേയേഴ്സിനും ആ ഒരു ഗുണം, ആ ഒരു സ്നേഹവും കരുതലും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ കഴിവും അത്യാവശ്യം നല്ല രീതിയിലൊരു ക്യാപ്റ്റൻ മെറ്റീരിയലും ആയിട്ടുള്ള സഞ്ജു ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്ന ഫ്യൂച്ചറിൽ ഒരു ക്യാപ്റ്റൻ ആകാനുള്ള സാധ്യതയുണ്ട്. നല്ല പ്ലെയറുമായിട്ട് ഇന്ന് കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് നല്ലത് പറയിക്കുകയും ചെയ്യും. ഇത് ഉറപ്പാണ്.